നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനപ്രകാരം ലോകസമാധാനത്തിനായി ആഗോള കത്തോലിക്ക സഭ ഉപവാസ പ്രാർത്ഥന ദിനമായി ആചരിച്ചു. ഇസ്രായേലിനു നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ 1-ാം വാർഷിക ദിനമായ ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനം കൂടിയാണ്. മധ്യപൂർവേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷത്തിനിടയിൽ ലോക സമാധാനത്തിനായി കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നലെ വൈകുന്നേരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. സീറോ മലബാർ സഭയുടെ ഒരു പുത്രൻ കൂടി കത്തോലിക്ക സഭയിൽ കർദിനാൾമാരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് സഭയ്ക്ക് മുഴുവൻ അഭിമാനവും സന്തോഷവുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മോൺസിഞ്ഞോർ ജോർജ് കുവക്കാടിനെ സഭയുടെ വിശ്വസ്ത പുത്രൻ, ആത്മീയ പിതാവ് എന്നീ നിലകളിൽ മാർപ്പാപ്പ വിശ്വാസമർപ്പിച്ചതുപോലെ കർദിനാൾ എന്ന നിലയിലുള്ള എല്ലാ ശുശ്രൂഷകളും ദൈവാനുഗ്രഹ നിറവുള്ളതാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു. സീറോ മലബാർ സഭയിൽ നിന്ന് 5ാമത്തെ കർദിനാളിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒരു വൈദികൻ നേരിട്ട് കർദിനാളായി ഉയർത്തപ്പെടുന്നതിന്റെ അതുല്യമായ അഭിമാനം കൂടിയാണ് സഭയെ തേടിയെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡിന്റെ പത്രസമ്മേളനത്തിനിടെ സമാധാനത്തിനും ക്ഷമയ്ക്കും വേണ്ടി അഭ്യർത്ഥിച്ച് ലെബനനിലെ ബിഷപ്പ് മൗന് ഗെറല്ല. അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നും ബിഷപ്പ് വെളിപ്പെടുത്തി. ക്ഷമയും സമാധാനവുമാണ് നാം സൃഷ്ടിക്കേണ്ടതെന്നും മറിച്ച് വിദ്വേഷമല്ലെന്നും സ്വന്തം ജീവിതം ഉദാഹരണമായി വിവരിച്ച് ബിഷപ്പ് വെളിപ്പെടുത്തി. ലെബനോനിലെ ഭൂരിഭാഗം ആളുകളും സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും ബിഷപ്പ് ഗെറല്ല കൂട്ടിച്ചേർത്തു. പ്രോ ലൈഫ് പ്രവർത്തകരുടെ ഇടപെടലിൽ ഗർഭചിത്രത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 17 കുഞ്ഞുങ്ങൾക്ക് സ്പാനിഷ് ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മാമോദീസ നൽകി. മാഡ്രിഡ് മുനിസിപ്പാലിറ്റിയിലെ അൽക്കോർഗണിലെ വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ ദേവാലയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മാക്സ് ഫ്യൂച്ചറോ അസോസിയേഷൻ എന്ന പ്രോ ലൈഫ് സംഘടന ജോൺ പോൾ 2ാമൻ പ്രോ ലൈഫ് പ്രവർത്തകർക്കൊപ്പം അബോർഷൻ സെന്ററുകൾക്ക് പുറത്ത് നടത്തിയ പ്രവർത്തനത്തിനൊടുവിലാണ് 17 കുട്ടികളെ ഭ്രൂണഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഇവർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ടെഗാഫെ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഗാർസിയ ബെൽട്രാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചത്. കിർഗിസ്ഥാന്റെ ഭരണം വഹിക്കുന്ന രാഷ്ട്രപതി സാദിർ ജാപറോവ് വത്തിക്കാനിലെത്തി ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ചു. പോളാറമൻശാലയിലെ സ്വീകരണ മുറിയിൽ വെച്ചാണ് പാപ്പയെ സന്ദർശിച്ചത്. ഫ്രാൻസിസ് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാത്രോ പരോളിനുമായും ചർച്ചകൾ നടത്തി. അന്താരാഷ്ട്ര സംഘടനകളും രാജ്യങ്ങളുമായുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ ബന്ധങ്ങളുടെ സെക്രട്ടറി മോൺസിഞ്ഞോർ പോൾ റിച്ചാർഡ് ഗാലഗാറും തദവസരത്തിൽ സന്നിഹിതനായിരുന്നു. വത്തിക്കാൻ സെക്രട്ടറിയുമായുള്ള ചർച്ചാവേളയിൽ കിർഗിസ്ഥാനും പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധങ്ങളെപ്പറ്റി ഇരുവരും സംസാരിച്ചു. ഇതോടുകൂടി ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.